ഹലോ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 4th സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇറിഗേഷൻ ലെസൺ 2 ആണ്. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിന് നോട്ട്സ് എഴുതി വെച്ച് എല്ലാവരും കാര്യങ്ങളൊക്കെ പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലെസൺ 2 പോവാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇറിഗേഷൻ ലെസൺ 2 മെയിനായിട്ട് എടുക്കാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, സെക്കൻഡ് വൺ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്, ടൈപ്സ് ഓഫ് ഇറിഗേഷനും മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനും. ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ മെയിനായിട്ട് 3 എണ്ണമാണ് വരുന്നത്. 3 ടൈപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ ആൻഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫ്ലോ ഇറിഗേഷൻ? ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം ഫ്ലോ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ബൈ ദ യൂസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഗുരുത്വാകർഷണ ബലം. ഭൂമി അതിൻ്റെ ഒരു വസ്തുവിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് അതിൻ്റെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പം ഒരു ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ബൈ ദ യൂസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ലിഫ്റ്റ് ഇറിഗേഷൻ. എന്താണ് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ? ലിഫ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വേർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കിണറിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നില്ലേ, നമ്മൾ ടാങ്കിലൊക്കെ പമ്പ് ചെയ്യുന്നില്ലേ, ആ ഒരു സിസ്റ്റമാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ലോ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് വെള്ളം എന്ത് ചെയ്യുക? ബൈ ദ യൂസ് ഓഫ് പൈപ്പ് പോലുള്ള മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്? ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. എന്താണ് ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില തോട്ടങ്ങളിലൊക്കെ വെള്ളത്തിന് സ്പ്രേ രീതിയിൽ എന്താ പറയുക പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വെള്ളം സ്പ്രേ രീതിയിൽ ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഐഡിയ മനസ്സിലായില്ലേ? 3 ടൈപ്പ്: ഫ്ലോ, ലിഫ്റ്റ്, സ്പ്രിംഗ്ലർ. ഫ്ലോ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ബൈ ദ യൂസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എവിടെയായിരിക്കും അതിൻ്റെ സോഴ്സ്? ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക്. ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന് ലോ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എന്ത് യൂസ് ചെയ്തിട്ട്? ബൈ ദ യൂസ് ഓഫ് പമ്പ്സ് ഓർ എനി അതർ മെക്കാനിക്കൽ ഡിവൈസ്. ഏതെങ്കിലും മെക്കാനിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ലോ ലെവലിൽ നിന്ന് വെള്ളത്തിന് ഹൈ ലെവലിലേക്ക് എന്താ പറയുക എത്തിക്കുന്നതിനെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ? നമ്മൾ വെള്ളത്തിന് സ്പ്രേ ചെയ്യുക. അത് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുക ഹില്ലി ഏരിയാസുകളിലാണ്. എന്താ വെച്ചാൽ ഹില്ലി ഏരിയാസിൽ നമുക്ക് ഫ്ലോ ഇറിഗേഷനോ ലിഫ്റ്റ് ഇറിഗേഷനോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊരു സ്ലോപ്പുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ രണ്ട് ഇറിഗേഷൻ ഫ്ലോയോ ലിഫ്റ്റോ കൊടുക്കുകയാണെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഏത് കൊടുക്കാൻ പറ്റില്ല? ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇറിഗേഷൻ സിസ്റ്റമാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഓക്കെ ആണോ? 3: ഫ്ലോ, ലിഫ്റ്റ്, സ്പ്രിംഗ്ലർ. ഇനി നമുക്ക് ഫ്ലോയിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പെരനിയൽ ആൻഡ് ഇൻറ്റനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ. പെരനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സ്ഥിരതയോടെ ക്രോപ്പിന് ആവശ്യമായ വെള്ളം എത്തിക്കുന്ന ഇറിഗേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് വർഷം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? ഇൻറ്റനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ. ഇൻറ്റനേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ഓർ മൺസൂൺ സീസണിൽ മാത്രം നമുക്ക് എന്ത് അവൈലബിൾ ആയിരിക്കും? വെള്ളം അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇൻറ്റനേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 2 ടേം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ 3 ടൈപ്പ്: ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ ആൻഡ് ലാസ്റ്റ് വൺ
സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ. അതിൽ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ബൈ ദ യൂസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് അല്ലെ ഭാഗമായിട്ട് ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പമ്പ് പോലുള്ള മെക്കാനിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന് സ്പ്രേ രീതിയിൽ സ്പ്രേ ആയിട്ട് വെള്ളത്തിന് ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്ലോ ഇറിഗേഷൻ 2, പെർനിയൽ ഇറിഗേഷൻ ആൻഡ് ഇൻഡനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ. ഇനി നമുക്ക് പെർനിയൽ ഇറിഗേഷനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പെർനിയൽ എന്താ, ഇൻഡനേഷൻ എന്താന്ന് എല്ലാവർക്കും അറിയാലോ. പെർനിയൽ എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിന് സപ്ലൈ ചെയ്യാം. ഇൻഡനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഓൺലി ഇൻ മൺസൂൺ സീസൺ. മൺസൂൺ സീസണിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെള്ളത്തിന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പെർനിയൽ ഇറിഗേഷൻ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് ഇറിഗേഷൻ ആൻഡ് സ്റ്റോറേജ് ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റ് ഇറിഗേഷൻ, എന്താണ് ഈ സ്റ്റോറേജ് ഇറിഗേഷൻ? അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു ഫിഗർ വരുന്നുണ്ട്. ആ ഫിഗർ വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നോക്കുക, ഫ്ലോ ഇറിഗേഷൻ. എന്താണ് ഫ്ലോ ഇറിഗേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫ്ലോ ഇറിഗേഷന് ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ബൈ ദ യൂസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വെള്ളം കനാലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വെൻ ദ വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് ഹയർ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ദ ലാൻഡ്സ് അറ്റ് ലോവർ ലെവൽസ് ബൈ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി through a network of canals. When the water is available at a higher level, എപ്പോഴാണോ നമുക്ക് വെള്ളം ഹയർ ലെവലിൽ നിന്ന് അവൈലബിൾ ആകുന്നത്, ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ദ ലാൻഡ്സ് അറ്റ് ലോവർ ലെവൽ, ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ബൈ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ആൻഡ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് കനാൽസ്. അത് എവിടത്തേക്കാണ് സപ്ലൈ ചെയ്യുന്നത്? കനാലുകളിലേക്ക്. സെക്കൻഡ് പോയിന്റ്, ഡിവൈഡഡ് ഇൻ ടു. ഫ്ലോ ഇറിഗേഷൻ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പെർനിയൽ ആൻഡ് ഇൻഡനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ. പെർനിയൽ ഇറിഗേഷൻ എന്തായിരുന്നു? വർഷം മുഴുവനും. ഇൻഡനേഷൻ എന്ന് പറഞ്ഞാൽ മൺസൂൺ സീസണിൽ മാത്രവും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെർനിയൽ ഇറിഗേഷൻ നമ്മൾ മെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ഇറിഗേഷനും ദെൻ സ്റ്റോറേജ് ഇറിഗേഷനും. എന്താണ് ഡയറക്റ്റ്, എന്താണ് സ്റ്റോറേജ് ഇറിഗേഷൻ? എനിക്ക് തോന്നുന്നു പേരിൽ നിന്ന് വ്യക്തമാണ് എന്താ പറയുന്നതെന്ന്. ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിന് സപ്ലൈ ചെയ്യുക. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? വെള്ളത്തിന് സപ്ലൈ ചെയ്യുക. അപ്പോൾ ആ പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ ഈ ഫിഗർ കണ്ടോ? ഈ ഫിഗർ ഏതിൻ്റെയാന്ന് വെച്ചാൽ സ്റ്റോറേജ് ഇറിഗേഷൻ്റെ ഫിഗറാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡാം കാണാം, ഒരു റിസർവോയർ അഥവാ ഡാം കാണാം. സ്ലൂയിസ്, റിവർ, ഗേറ്റ് ബാങ്ക്, വിയർ, റെഗുലേറ്റർ, കനാൽ സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നുണ്ട്. ചില വേർഡ്സുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നാം, കുഴപ്പമില്ല. അത് നമ്മൾ ഡാംസ് എന്നുള്ള പുതിയ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പം തൽക്കാലം കുറച്ച് കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാം. അപ്പോൾ ഡാം ഓർ റിസർവയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഡാമിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിനെ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത വെള്ളത്തിന് നമ്മൾ സ്ലൂയിസ് വഴി അതിനെ എവിടത്തേക്ക് കടത്തിവിടും? റിവറിലേക്ക് കടത്തിവിടും. ദെൻ നിങ്ങൾ റിവർ നേരെ പോയിട്ട് അവിടെ ഒരു വിയർ എന്ന് പറയുന്ന സ്ട്രക്ചർ കണ്ടോ? വിയർ എന്ന് പറയുന്ന സ്ട്രക്ചർ ശരിക്കും വിയർ എന്ന് പറഞ്ഞാൽ തടയണ എന്നാണ് ഉദ്ദേശിക്കുന്നത്. തടയണ എന്നാൽ നമുക്കറിയാമല്ലോ, നമ്മൾ കനാലുകളൊക്കെ തടയണ കൺസ്ട്രക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളത്തിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിവറിൽ നിന്ന് പോകുന്ന വെള്ളത്തിനെ അവിടെ വിയർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യുകയും ദെൻ ആ വിയറിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത വെള്ളത്തിന് നമ്മൾ കണ്ടോ സൈഡിലേക്ക് കനാൽസ് പോകുന്ന കണ്ടോ? കനാലുകളിലേക്ക് എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? വെള്ളത്തിനെ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിന് എന്താ ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ടൈപ്പിന് എന്താ നമ്മൾ പറയുക? സ്റ്റോർ ചെയ്ത് നമ്മൾ വെള്ളത്തിന് കനാലുകളിലേക്ക് സപ്ലൈ ചെയ്തതിന് എന്താ നമ്മൾ പറയുക? യെസ്, സ്റ്റോറേജ് ഇറിഗേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇറിഗേഷൻ എന്തായിരിക്കും? ഇതേപോലെ എന്തുണ്ടാവില്ല, ഒരു സ്റ്റോറേജ് ടാങ്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വെള്ളത്തിന് റിവറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? കനാലുകളിലേക്ക് സപ്ലൈ ചെയ്യാം. അപ്പം എന്താ പറയുന്നത്? ഒരു സ്റ്റോറേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വെള്ളത്തിനെ നമ്മൾ
നേരിട്ട് ഡയറക്റ്റ് ഇങ്ങനെ കനാലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഡയറക്റ്റ് ഇറിഗേഷൻ സിസ്റ്റം എന്നും ഡയറക്റ്റ് ഇറിഗേഷൻ എന്നും, വെള്ളത്തിന് ഇതേപോലെ ഡാം പോലുള്ള സ്ട്രക്ചറുകളിൽ സ്റ്റോർ ചെയ്തിട്ട് അത് റിവർ വഴി വിയർ പോലുള്ള സ്ട്രക്ചറുകൾ കൺസ്ട്രക്ട് ചെയ്ത് ദെൻ കനാലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ എന്തെന്നും സ്റ്റോറേജ് ഇറിഗേഷൻ എന്നും പറയും. ഓക്കെ ആണോ? അപ്പോൾ ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ ഫ്ലോ ഇറിഗേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ ആണോ? ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഫ്ലോ ഇറിഗേഷൻ എന്താണ്? ഹയർ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വെള്ളത്തിന് എങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് സപ്ലൈ ചെയ്യുന്നതാണ് ഫ്ലോ ഇറിഗേഷൻ. ഓക്കെ, ദെൻ പെർണിയൽ ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നാണ് പെർണിയൽ ഇറിഗേഷൻ. കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ഈസ് എൻഷ്യൂർഡ് ടു ദ ക്രോപ്സ് ആസ് പെർ ദ റിക്വയർമെന്റ്സ് ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ്. എന്താ പറയുന്നേ? കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ഈസ് എൻഷ്യൂർഡ്. ഒരേ അളവിലും തുടർച്ചയായിട്ടും നമുക്ക് എന്ത് ഉറപ്പ് ചെയ്യുന്നുണ്ട്? വെള്ളത്തിന്റെ സപ്ലൈ ഉറപ്പിക്കുന്നുണ്ട് ടു ദ ക്രോപ്സ്. വിളകൾക്ക് കണ്ടിന്യൂസ് ആയിട്ടും ഒരേ അളവിലും വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പ് വരുത്തുന്നുണ്ട്. ആസ് പെർ ദ റിക്വയർമെന്റ്സ് ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ്. എങ്ങനെ? ക്രോപ്പ് പീരീഡ് മുഴുവനായിട്ടും. ദെൻ സെക്കൻഡ് പോയിന്റ്, വാട്ടർ ഈസ് സപ്ലൈഡ് ത്രൂ സ്റ്റോറേജ്, കനാൽ ഹെഡ് വർക്ക്സ് ആൻഡ് കനാൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് നമ്മൾ അവിടെ ഒരു മെയിൻ കനാലും ബ്രാഞ്ച് കനാലും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം മെയിൻ കനാലിലേക്ക് വെള്ളം വന്നിട്ട് അതെന്ത് ചെയ്യുന്നേ? അതിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ മോസ്റ്റ്ലി പ്രാക്ടീസ്ഡ് ഇൻ അവർ കൺട്രി. ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ്, പെർണിയൽ ഇറിഗേഷനാണ് നമ്മളെ കൺട്രിയിൽ മോസ്റ്റ് കോമൺലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെർണിയൽ ഇറിഗേഷനെ കുറിച്ച് പറഞ്ഞ 3 പോയിന്റ്സും ഓക്കെ ആണോ? പെർണിയൽ ഇറിഗേഷൻ എന്തായാലും നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ 3 ടൈപ്പ് വരുന്നുണ്ട്. ആ 3 ടൈപ്പിൽ വരുന്ന ഒന്നാണ് ഫ്ലോ ഇറിഗേഷൻ. ആ ഫ്ലോ ഇറിഗേഷനിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. ആ 2 ടൈപ്പിൽ ഫസ്റ്റ് വൺ ആണ് പെർണിയൽ ഇറിഗേഷൻ. ഓക്കെ, പെർണിയൽ ഇറിഗേഷൻ ഓക്കെ ആയില്ലേ? ദെൻ പെർണിയൽ ഇറിഗേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ഓർക്കുണ്ടോ? ഏതൊക്കെയാണ് 2 യെസ്, ഏതൊക്കെയാ? ഡയറക്റ്റ് ഇറിഗേഷനും സെക്കൻഡ് വൺ സ്റ്റോറേജ് ഇറിഗേഷനും. ഡയറക്റ്റ് ഇറിഗേഷനും സ്റ്റോറേജ് ഇറിഗേഷനും എന്താന്ന് ആ ഫിഗർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കിക്കോ. വെൻ ദ വാട്ടർ ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ കനാൽസ് by constructing a weir or barrage across the river is called ഡയറക്റ്റ് ഇറിഗേഷൻ. എന്താ പറയുന്നത്? ഡാം പോലുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഇല്ലാണ്ട് അവിടെ ജസ്റ്റ് എന്തുമാത്രം ഒരു വിയർ മാത്രം കെട്ടിയിട്ട് വെള്ളത്തിന് ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നേ? നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അവിടെ ഡാമോ മറ്റ് സ്ട്രക്ചറുകളോ ഒന്നുമില്ല. നേരത്തെ എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അവിടെ എന്ത് വരുന്നുണ്ട്? കൺസ്ട്രക്ടിങ് എ വിയർ, ഒരു വിയർ വരുന്നുണ്ട്. വിയർ എന്ന് പറഞ്ഞാൽ ഒരു തടയാണ് വെച്ചിട്ട് വെള്ളത്തിന്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്തിട്ട് അതിന് കനാലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അത്രമാത്രം. പിന്നെ എന്താ പറയുന്നത്? സ്റ്റോറേജ് ഇറിഗേഷൻ. ഇഫ് എ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു സ്റ്റോർ വാട്ടർ ഡ്യൂറിംഗ് മൺസൂൺ സോ ആസ് ടു സപ്ലൈ വാട്ടർ into the off-take canals during period of low flow, it is termed as storage irrigation. മൺസൂൺ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡാം പോലുള്ള സ്ട്രക്ചറുകളിൽ വെള്ളത്തിന് സ്റ്റോർ ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യും? ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കനാലുകളിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഫ്ലോ ഇറിഗേഷനിൽ നമ്മൾ പെർണിയൽ ഇറിഗേഷൻ പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ ആണ്. അപ്പോൾ ഇൻറ്റനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷനിൽ നമ്മൾ മെയിനായിട്ട് പുതിയ 2 ടേംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സാച്ചുറേഷൻ ആൻഡ് സെക്കൻഡ് വൺ സബ്മേർജിങ്. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിഗർ കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ അതിൻ്റെ പോർസ് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞു ഹോൾസിൻ്റെ സോയിലിൽ ഉണ്ടാകുന്ന കുഞ്ഞു ഹോൾസ് ഓർ സുഷിരങ്ങൾ എന്ന് പറയില്ലേ? സുഷിരങ്ങളെയാണ് നമ്മൾ പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർസിൽ വാട്ടർ ഫില്ല് ചെയ്യുന്ന അവസ്ഥേനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സബ്മേർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണ്ണിൻ്റെ മുകളിൽ വെള്ളം പൊങ്ങിക്കിടക്കുന്നത്. അതായത് നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നില്ലേ? മണ്ണിന് മുകളിലായിട്ട് മുഴുവനായിട്ട് വെള്ളം സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്മേർജിങ് എന്ന് പറയുന്നത്. ഈ ഒരു സാച്ചുറേഷനും സബ്മേർജിങ്ങും ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണ്? ഈ ഒരു ഇൻറ്റനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷനാണ്. അപ്പോൾ ഈ ഒരു സീസണിലാണ് മെയിനായിട്ട് എന്താണ്? സാച്ചുറേഷനും സബ്മേർജിങ്ങും നമ്മുടെ സോയിൽ ഓർ ലാൻഡിൽ
നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ എന്താണ്, സാച്ചുറേഷൻ എന്താണ്, സബ്മേർജിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ദിസ് മെത്തേഡ് ഇറിഗേഷൻ സോയിൽ ഈസ് സ്ലോലി ഗെറ്റ് സബ്മേർജ്ഡ് ആൻഡ് ഫ്ലഡഡ് വിത്ത് വാട്ടർ സോ ആസ് ടു കോസ് കംപ്ലീറ്റ് സാച്ചുറേഷൻ ഓഫ് ലാൻഡ്. ഓക്കെ, എന്താണ് ഇൻറ്റനേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ, അതിൽ വരുന്ന സാച്ചുറേഷനും സബ്മേർജിങ്ങും എന്താണ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫ്ലോ ഇറിഗേഷനിൽ നമ്മൾ പെർണിയൽ ഇറിഗേഷനും ഇൻറ്റനേഷൻ ഇറിഗേഷനും പറഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തായാലും ലിഫ്റ്റ് ഇറിഗേഷൻ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എന്ത് ചെയ്യുക, പമ്പ് പോലുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അത് മെയിൻലി നമ്മൾ അപ്ലൈ ചെയ്യുക എവിടെയാണ്? ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ആ ഫിഗർ നോക്കിക്കേ. നിങ്ങൾക്ക് എന്താണ് പമ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അതിൽ കാണാൻ കഴിയും. പിന്നെ അടുത്ത വരുന്ന ഫിഗറിൽ നോക്കിക്കേ, എന്താണ് പമ്പ് വഴി വരുന്ന വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രക്ചറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്ചാർജ് ചെയ്യുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ SUMP എന്ന് പറയുന്നത്. ഓരോന്നിലും നിങ്ങൾക്ക് കാണാം പമ്പ് വഴി വരുന്ന വാട്ടർ നമ്മൾ ആ ഒരു സമ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്യുന്നത്. ദെൻ ഡിസ്ചാർജ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട ഫീൽഡുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് എവിടെയാണോ അഗ്രികൾച്ചറൽ ഫീൽഡ് അവിടത്തേക്ക് നമ്മൾ സമ്പിൽ ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളത്തെ നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യും. വായിച്ചേ. ഇറിഗേറ്റിംഗ് ദ അഗ്രികൾച്ചറൽ ലാൻഡ് ബൈ ലിഫ്റ്റിംഗ് ദ വാട്ടർ അവൈലബിൾ അറ്റ് എ ലോവർ ലെവൽ ബൈ മെക്കാനിക്കൽ മീൻസ് സച്ച് ആസ് പമ്പ്സ് എക്സെട്ര. ഓക്കെ, എന്താണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും പറഞ്ഞു. ഇനി മൂന്നാമത്തതായിട്ടാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഓർ ഓവർ ഹെഡ് ഇറിഗേഷൻ. എന്താണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓർമ്മയുണ്ടോ? അപ്ലൈയിങ് വാട്ടർ ടു ദ ഫീൽഡ് ഇൻ ദ ഫോം ഓഫ് സ്പ്രേ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫീൽഡുകളിലേക്ക് വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക ഏത് ടൈപ്പ് ടോപ്പോഗ്രഫിയിലാണ്? ഏതാണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹില്ലി ഏരിയാസിലാണ് നമ്മൾ കൂടുതലായിട്ടും സ്പ്രിംഗ്ലർ ഇറിഗേഷൻ യൂസ് ചെയ്യുക. അതെന്തുകൊണ്ട് ഹില്ലി ഏരിയാസിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഹില്ലി ഏരിയാസിൽ നമുക്കറിയാം കൂടുതലായിട്ടും സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാകുക അല്ലേ? പിന്നെന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പോഗ്രാഫിയൊക്കെ ഇറഗുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ നഷ്ടം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ആ ഒരു ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ? എന്തുകൊണ്ടാണ് നമ്മളത് ഹില്ലി ഏരിയാസിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം ആ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്നുള്ളത് അല്ലേ? കണ്ടോ, വെള്ളത്തിന് സ്പ്രേ രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നത് കണ്ടോ? നമുക്ക് ഇത് നമ്മുടെ ചില ഗാർഡനിലൊക്കെ കാണാം അല്ലേ? ഗാർഡനിൽ നമ്മൾ പുല്ല് പിടിപ്പിച്ചൊക്കെ നനക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടൈപ്പ് സിസ്റ്റം, ഈ ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? വെള്ളത്തിന് നമ്മൾ സ്പ്രേ ഫോമിൽ ഫീൽഡുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുക ഹില്ലി ഏരിയാസുകളിലാണ്. ഹില്ലി ഏരിയാസുകളിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ടർ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ ലോസ് കുറച്ച് നല്ല രീതിയിൽ വാട്ടറിൻ്റെ ലഭ്യത ആ ഫീൽഡുകൾക്ക് ലഭ്യമാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈയിങ് വാട്ടർ ടു ദ ഫീൽഡ് ഇൻ ദ ഫോം ഓഫ് സ്പ്രേ ഫോമിൽ എന്ത് ചെയ്യുക? വാട്ടർ ഫീൽഡുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. എൻഷുവർ മാക്സിമം വാട്ടർ എഫിഷ്യൻസി. വാട്ടറിൻ്റെ ലഭ്യത മാക്സിമം നമ്മൾ ഉറപ്പ് വരുത്തുക. ഫീൽഡുകൾ നമ്മൾ കൊടുക്കുന്ന വെള്ളം അതത് ഫീൽഡുകൾക്ക് കറക്റ്റ് ലഭിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തണം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടോ ലിഫ്റ്റ് ഇറിഗേഷനും ഫ്ലോ ഇറിഗേഷനും ഒക്കെ ആണെങ്കിൽ അവിടെ അത് നമ്മൾ ഈ ഒരു ഹില്ലി ഏരിയാസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. കാരണം വെള്ളത്തിൻ്റെ ലോസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു ഇറിഗേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാട്ടറിൻ്റെ എഫിഷ്യൻസി ഉറപ്പ് വരുത്താൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു സ്പ്രേ ഫോമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ അല്ലെങ്കിൽ പമ്പിൻ്റെയോ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഒരു ഇത് ആവശ്യമില്ല. നമ്മൾ സ്പ്രേ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിന്
സപ്ലൈ ചെയ്യുന്നത്. ഇനി പ്രാക്ടീസ്ഡ് വെർബ് നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. ദ ലാൻഡ് കനോട്ട് ബി പ്രിപ്പയർഡ് ഫോർ സർഫസ് മെത്തേഡ്. സർഫസ് മെത്തേഡ് അതായത് ലിഫ്റ്റ് ഇറിഗേഷനും ഫ്ലോ ഇറിഗേഷനും അപ്ലൈ ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സ്ലോപ്പ് ആർ എക്സസീവ്, മാക്സിമം സ്ലോപ്പ് ഉള്ള കേസുകളിൽ ടോപ്പോഗ്രാഫി ഈസ് ഇറഗുലർ ടോപ്പോഗ്രാഫി ഉള്ളത്. ലാസ്റ്റ് പോയിന്റ് എന്താ നോക്കിക്കേ, സോയിൽ ഈസ് എക്സസീവ്ലി പെർമിയബിൾ. എന്താണ്, സോയിലിന് ധാരാളം വെള്ളം കടത്തിവിടാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ, ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ മെയിനായിട്ട് 3 ടൈപ്പ് മെത്തേഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സർഫസ് ഇറിഗേഷൻ, സെക്കൻഡ് വൺ സബ് സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഈസ് അപ്ലൈഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സോയിൽ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോയിലിലേക്ക് വെള്ളം അപ്ലൈ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയുമാണ് നമ്മൾ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യുക, ചെടികളുടെ റൂട്ടുകളിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുക. ദെൻ മൂന്നാമതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ്, സ്പ്രേ ഫോമിൽ വെള്ളത്തിന് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് സർഫസ് ഇറിഗേഷനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഫ്ലഡിംഗ് മെത്തേഡ്, സെക്കൻഡ് വൺ ഫെറോ മെത്തേഡ്, ദെൻ തേർഡ് വൺ ആണ് കോണ്ടൂർ മെത്തേഡ്. ഓക്കെ, ഫ്ലഡിംഗ് മെത്തേഡ്, ഫെറോ മെത്തേഡ്, കോണ്ടൂറിങ് മെത്തേഡ്. ഇത് ഫ്ലഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിച്ചസ്, ചാലുകൾ ഉണ്ടാക്കി വെള്ളത്തിന് സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആ ഫ്ലഡിംഗ് മെത്തേഡിനെ വീണ്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൈൽഡ് ഓർ ഫ്രീ ഫ്ലഡിംഗ്, ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്, ചെക്ക് ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഇറിഗേഷൻ മെത്തേഡ്, ആ ഇറിഗേഷൻ സർഫസ്, സബ് സർഫസ്, സ്പ്രിംഗ്ലർ ആണ്. സർഫസിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, ഫ്ലഡിംഗ്, ഫെറോ, കോണ്ടൂർ. ദെൻ ഫ്ലഡിംഗ് മെത്തേഡിനെ നമ്മൾ വീണ്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, വൈൽഡ്, ഫ്രീ, പിന്നെ ഏതായിരുന്നു ബോർഡർ സ്ട്രിപ്പ്, ചെക്ക്, ബേസിൻ. ഓക്കെ, ഫ്ലഡിംഗ് മെത്തേഡുള്ള വൈൽഡ് ഓർ ഫ്രീ ഫ്ലഡിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ ആ ചിത്രം കണ്ടോ? ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ചിത്രത്തിൽ നോക്കിക്കേ, നമുക്കതിലൊരു മെയിൻ സപ്ലൈ ഡിച്ച് കാണാം, പിന്നെ ഒരു സബ്സിഡറി ഡിച്ച് കാണാം, ഔട്ട്ലെറ്റ് കാണാം. എന്താണ് ഈ മെയിൻ സപ്ലൈ ഡിച്ച്? ഡിച്ച് എന്ന് പറഞ്ഞാൽ ഡിച്ചിൻ്റെ മലയാളം അറിയോ? ചാലുകൾ, നമ്മൾ വെള്ളം പോവാൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന, വെള്ളത്തിന് കടന്നു പോകാൻ വേണ്ടി പാടവരമ്പത്തൊക്കെ നിർമ്മിക്കുന്ന ചാലുകളെയാണ് നമ്മൾ ഡിച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു മെയിൻ സപ്ലൈ ഡിച്ച് ഉണ്ട്. മെയിൻ സപ്ലൈ ഡിച്ചിന് 2 ഡിച്ചുകൾ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സബ്സിഡറി ഡിച്ച്, അതായത് മെയിനിൽ നിന്ന് എന്താ പറയുക, അഡീഷണലായിട്ട് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു പോകുന്ന ഡിച്ചുകളാണ് സബ്സിഡറി ഡിച്ചുകൾ. പിന്നെ അവിടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നുണ്ട്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിച്ചുകൾ, ഈ ചാലുകളിൽ നിന്ന് ഫീൽഡിലേക്ക് വെള്ളം പോകുന്ന ഒരു സ്ഥാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്ലെറ്റ്. ആ ഔട്ട്ലെറ്റ് വഴിയാണ് ഫീൽഡിലേക്ക് വെള്ളം പോകുന്നത്. നോക്കിക്കേ, ഡിച്ചസ് ആർ എക്സ്കവേറ്റഡ് ഇൻ ദ ഫീൽഡ് വിച്ച് ആർ പ്രാക്ടിക്കലി ലെവൽ ആൻഡ് വാട്ടർ ഫ്രം ദീസ് ഡിച്ചസ് ഫ്ലോസ് അക്രോസ് ദ ഫീൽഡ്. നമ്മൾ എന്ത് ചെയ്യും, ഡിച്ചുകൾ എക്സ്കവേറ്റ് ചെയ്ത് ഡിച്ചുകൾ കൺസ്ട്രക്ട് ചെയ്യും. ആ ഡിച്ചുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഫീൽഡിലേക്ക് വെള്ളത്തിന് സപ്ലൈ ചെയ്യും. നോ അറ്റംപ്റ്റ് ഈസ് മേഡ് ടു കൺട്രോൾ ദ ഫ്ലോ. ഈ വെള്ളത്തിൻ്റെ ഫ്ലോനെ വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സും കൺട്രോൾ ചെയ്യുന്നില്ല. ഓൺലി ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് ടൈപ്പിൽ വരുന്നതാണ്, സർഫസ് ഇറിഗേഷൻ. അപ്പോൾ സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു കൺട്രോളും ഇല്ല. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സ്യൂട്ടബിൾ ഫോർ ക്ലോസ് ഗ്രോയിങ് ക്രോപ്സ്, പാസ്റ്റേഴ്സ് എക്സെട്ര. ഏത് കൃഷി രീതിക്കാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത് വളരുന്ന വിളകൾക്ക്, അതായത് നെല്ല്, ഗോതമ്പ് അതേപോലുള്ള വിളകൾക്കാണ് ഈ മെത്തേഡ് കൂടുതലായിട്ട് സ്യൂട്ടാവുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡാണ്. ഈ മെത്തേഡ് നിങ്ങൾ ആ ഫിഗർ കണ്ടോ? ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫീൽഡ് ചാനലിൽ നിന്ന് വാട്ടറിന് ആ ഫീൽഡിന് എക്രോസ് ആയിട്ട്, ഫീൽഡിന് പാരലലായിട്ട് ഒരു വാട്ടർ ഫ്ലോ പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം ഇല്ലേ? അതായത് ഫീൽഡിന് ഇടയിലായിട്ട് ഒരു വാട്ടർ ഫ്ലോ കൊടുത്തിരിക്കുന്നത് കാണാം. 2 ഫീൽഡിന് ഇടയിലായിട്ട് ഒരു വാട്ടർ ഫ്ലോ. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫീൽഡുകളിലേക്ക് ഇറിഗേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ കാണാം. ആ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ നിമിയുടെ ടെക്സ്റ്റിലുള്ള ഡയമെൻഷൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാനിവിടെ സ്ലൈഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയ സ്ട്രിപ്പാണ്. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 10 to 50 മീറ്റർ
ആ ഒരു സ്പേസ് കാണിച്ചിട്ടില്ലേ, ആ സ്പേസ് ആണ് നമ്മളിപ്പോൾ ഫീൽഡിൽ രണ്ട് ഫീൽഡിനിടയിൽ ഒരു കുഞ്ഞു വാട്ടർ ഫ്ലോ കാണുന്നില്ലേ, ആ ഒരു സ്പേസ് ആണ് നമ്മൾ 10 to 50 മീറ്റർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ ലെങ്ത് ആണ് 90 to 400 മീറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇത് നിമിയുടെ ടെക്സ്റ്റിൽ നമ്മൾ ഈ ഒരു ഡയമെൻഷൻ അല്ല പറയുക, വ്യത്യാസമുണ്ട്. നോക്കാം. ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പാരലൽ സ്ട്രിപ്സ് ഓഫ് 10 to 20 മീറ്റർ. 10 to 20 മീറ്റർ ആണ് വൈഡ്. നിമിയുടെ ടെക്സ്റ്റിൽ 10 to 20 മീറ്റർ ആണ് വൈഡ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് 100 to 300 മീറ്റർ ലോങ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 to 300 മീറ്റർ ആണ്. ദെൻ വാട്ടർ ഈസ് ഡൈവേർട്ടഡ് ഫ്രം ദ ഫീൽഡ് ചാനൽ ഇൻ ടു ദ സ്ട്രിപ്പ്. മെയിനായിട്ട് പോകുന്നതാണ് ഫീൽഡ് ചാനൽ. ഫീൽഡ് ചാനലിൽ നിന്ന് വെള്ളത്തിന് എവിടത്തേക്ക്, സ്ട്രിപ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. യൂസ്ഡ് ഫോർ ക്ലോസ്ഡ് ഗ്രോയിങ് ക്രോപ്സ് ലൈക്ക് വീറ്റ്, ഫോഡർ എക്സെട്ര. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ നടത്തുന്ന കൃഷികൾക്കാണ് ഇത് മോറായിട്ട് സ്യൂട്ടബിൾ ആവുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് ചെക്ക് ഫ്ലഡിങ് ഇറിഗേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫിഗർ കണ്ടിട്ടില്ലേ, ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം മെയിനായിട്ട് ഒരു ചാലുണ്ട്, മെയിനായിട്ടൊരു ഡിച്ച് ഉണ്ട്. ദെൻ നമ്മുടെ ഫീൽഡിന് എന്ത് ചെയ്തിട്ടുണ്ട്, മണ്ണ് കൊണ്ട് ചെറിയ ചെറിയ വരമ്പുകൾ, അതായത് ആ ഫീൽഡിന് നമ്മൾ ഒരു രണ്ട് വരമ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് 2-3 പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മെയിൻ ഡിച്ചിൽ നിന്ന് നമ്മുടെ ഫീൽഡിലേക്ക് വെള്ളം എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ആ ഡിച്ചുകളിൽ ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്തിട്ട് ഫീൽഡുകളിലേക്ക് കൊടുക്കും. കണ്ടില്ലേ ഫിഗർ? അപ്പോൾ ഫിഗറിൽ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ചെറിയ വരമ്പ് കാണുന്നില്ലേ, ആ വരമ്പുകളെയാണ് നമ്മൾ ലീവ്സ് ഓർ ചെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കി, അതിൽ നമുക്ക് മെയിൻ ഡിച്ച് കാണാം. ഡിച്ചിലാണ് നമ്മൾ ഡിച്ചിന്ന് പാടത്തിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ, ഫീൽഡിലേക്ക് വരുന്ന അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഓപ്പണിങ്സ് കൊടുക്കും. ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മൾ കൊടുക്കില്ല. ക്രോപ്പിന് എപ്പോഴാണോ വെള്ളത്തിൻ്റെ ആവശ്യകത ആ സമയത്ത് നമ്മൾ ആ ഒരു വരമ്പ്, ആ ഒരു ലീവ്സ് എന്ത് ചെയ്യും, ചെറിയ രീതിയിലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഡിച്ചിൽ നിന്ന് ഫീൽഡിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യും. ലാർജ് സ്ട്രീംസ് ഡിസ്ചാർജസ് വാട്ടർ ഇൻ ടു എ പ്ലോട്ട് ഓഫ് സ്മോൾ ഏരിയ സറൗണ്ടഡ് ബൈ ചെക്സ് ഓർ ലീവ്സ്. ചെക്ക് കൊണ്ടും ലീവ്സ് കൊണ്ടും വരമ്പ് കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന സ്മോൾ ഏരിയയിലേക്ക് വാട്ടർ ഡിസ്ചാർജ് ചെയ്യും. എവിടെ നിന്ന്, നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിച്ചസിൽ നിന്ന് വെള്ളം ആ ഒരു സ്മോൾ ഏരിയാസിലേക്ക് എന്താവും, സപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് മനസ്സിലായോ? എന്നുവെച്ചാൽ ആ ഒരു വരമ്പ്, ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സറൗണ്ടഡ് ബൈ ലീവ്സ് ഓർ ചെക്സ്, വരമ്പ് കൊണ്ട് എന്തായിട്ടുണ്ടാവും, അതിനെ സറൗണ്ട് ചെയ്ത് കിടന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ പോയിന്റ്, യൂസ്ഡ് ഫോർ ക്രോപ്സ്, ദിസ് ക്യാൻ സ്റ്റാൻഡ് ഇനഡേഷൻ ഓഫ് വാട്ടർ ഫോർ സം ടൈംസ്. ഇതെന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡിലേക്ക് വെള്ളത്തിനെ സപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 പോയിന്റും ഓക്കെ ആണോ? ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. എന്താ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്? സ്യൂട്ടബിൾ ഫോർ മോർ പെർമിയബിൾ സോയിൽ ആസ് വെൽ ആസ് ഫോർ ലെസ് പെർമിയബിൾ സോയിൽ. പെർമിയബിൾ കൂടിയ സോയിലും കുറഞ്ഞ സോയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ മണ്ണിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പെർമിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർമിയബിൾ കൂടുതലും കുറവും ഉള്ള സോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡിലേക്ക് പോകാം. നാലാമത്തെ മെത്തേഡ് എന്താണ്? ബേസിൻ ഫ്ലഡിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബേസിൻ ഫ്ലഡിങ് മെത്തേഡ്? നിങ്ങൾ ആ ഫിഗർ കണ്ടോ? അപ്പോൾ രണ്ടാമത് കൊടുത്ത ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താ ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് എന്നറിയാം. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രീക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരു ഫീൽഡിന് ചുറ്റും, ഫീൽഡല്ല നമ്മൾ മരങ്ങൾക്ക് ചുറ്റും തടം കെട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തടം കെട്ടുക എന്നാണ് എന്തുകൊണ്ട് ബേസിൻ ഫ്ലഡിങ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, മെയിനായിട്ട് ഒരു ഡിച്ച് പ്രൊവൈഡ് ചെയ്യും. ഡിച്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു ബേസിൻ, അതായത് എവിടെയാണോ നമുക്ക് വെള്ളം അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, തടം കെട്ടിയിട്ട് ആ ഒരു ഫീൽഡിലേക്ക് ഡിച്ചിൽ നിന്ന് വെള്ളത്തിന് സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്പെഷ്യലി ഫോം ഓഫ് ചെക്ക് ഫ്ലഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണ് ഏത്, ബേസിൻ ഫ്ലഡിങ് മെത്തേഡ്. എസ്പെഷ്യലി ഫോർ ഓർക്കിഡ്സിനാണ് ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിങ് ഓഫ് ഫ്രൂട്ട് ട്രീസ്, നട്ട് ട്രീസിനൊക്കെയാണ് നമ്മൾ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.
അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സർഫസ് ഇറിഗേഷനിലെ രണ്ടാമത്തെ മെത്തേഡാണ് ഫെറോ മെത്തേഡ്. നമ്മൾ ഫ്ലഡിങ് മെത്തേഡിലെ 4 ടൈപ്പ് പഠിച്ച് ഇനി അടുത്തത് ഫ്ലഡിങ് കഴിഞ്ഞിട്ടുള്ളത് ഫെറോ മെത്തേഡ്. ഫെറോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. കണ്ടോ നിങ്ങൾ ആ ഫിഗർ? എങ്ങനെയാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്? നമ്മൾ പ്ലാന്റ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? വീതി കുറഞ്ഞ ഡിച്ചസ് ഉണ്ടാക്കിയിട്ട് വെള്ളം സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫെറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സിന് ഇടയിലായിട്ട് എന്ത് ചെയ്യുക? വീതി കുറഞ്ഞ കുഞ്ഞു എന്ത് ചെയ്യുക? ഡിച്ചസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ട് ആ ഡിച്ചസിലേക്ക് എന്ത് ചെയ്യുക? വെള്ളം സപ്ലൈ ചെയ്തിട്ട് ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് മെത്തേഡ് എന്ന് പറയുന്നത്? ഫെറോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെറോ മെത്തേഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഫീൽഡുകളിലായിരിക്കും? റോസ് ഓഫ് പ്ലാന്റ്സ്, അതായത് നിരനിരയായിട്ട് നമ്മൾ പ്ലാന്റ്സ് നട്ട് വളർത്തുന്ന നിരനിരയായിട്ട് നമ്മൾ പ്ലാന്റ്സ് നട്ടിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും, ഫീൽഡുകളിലായിരിക്കും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫെറോസ് ആർ narrow field ditches excavated between rows of plants and carry irrigation water through them. എന്താണ് നാരോ ഫീൽഡ് ഡിച്ചസ്? എവിടെ എക്സ്കവേറ്റ് ചെയ്യും? ബിറ്റ്വീൻ റോസ് ഓഫ് പ്ലാന്റ്സിൻ്റെ ആ റോയിന് ഇടയിൽ നമ്മൾ ഡിച്ചസ് ഫോം ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? ഇറിഗേഷൻ വാട്ടർ carry ചെയ്യുക. സ്യൂട്ടബിൾ ഫോർ റോ ക്രോപ്സ് ലൈക്ക് മൈസ്, ജോവർ, ഷുഗർ കെയിൻ, കോട്ടൺ, ടൊബാക്കോ, ഗ്രൗണ്ട്നട്ട്, പൊട്ടറ്റോ എക്സെട്ര. എവിടെയാണ്? ചോളം, പരുത്തി, കരിമ്പ്, കോട്ടൺ, എന്താ പറയുക, പുകയില, ഇങ്ങനെയുള്ള കൃഷികൾക്കാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് സ്യൂട്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. മൂന്നാമത്തെ മെത്തേഡാണ് കോണ്ടൂർ ബഡ്ഡിംഗ് ഓർ കോണ്ടൂർ ഫാമിംഗ് ഓർ കോണ്ടൂർ പ്ലഫിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോണ്ടൂറിങ്? കോണ്ടൂറിങ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾക്ക് കോണ്ടൂറിങ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ കോണ്ടൂറിങ് ഓർ കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരേ റെഡ്യൂസ്ഡ് ലെവൽസുള്ള പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെടികൾ എന്ത് ചെയ്യുക? ഈ ഒരു കോണ്ടൂർ ലൈൻസിൻ്റെ മുകളിൽ പ്ലാന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ കൃഷി നടത്തുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കോണ്ടൂർ ബഡ്ഡിംഗ് ഓർ കോണ്ടൂർ ഫാമിംഗ് ഓർ കോണ്ടൂർ പ്ലഫിംഗ് എന്ന് പറയുന്നത്. പ്ലഫിംഗ് ആൻഡ് ഓർ പ്ലാന്റിംഗ് അക്രോസ് എ സ്ലോപ്പ് ഫോളോയിങ് ഇറ്റ്സ് എലിവേഷൻ ആസ് കോണ്ടൂർ ലൈൻസ്. പ്ലാന്റിംഗ് അക്രോസ് എവിടെയാണ്? സ്ലോപ്പിൻ്റെ കോണ്ടൂർ ലൈൻസിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്ലാന്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സോയിൽ ഇറോഷനെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മണ്ണൊലിപ്പ് നല്ല രീതിയിൽ നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ കുത്തനെയുള്ള സ്ഥലങ്ങളെ നമുക്ക് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഈ ഒരു മെത്തേഡ് കൊണ്ട് പറ്റും. ദാറ്റ് ഈസ് മെത്തേഡ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഓൺ സ്റ്റീപ്പ് സ്ലോപ്പ് ആൻഡ് മൗണ്ടെയിൻസ് ആർ റെഡ്യൂസസ് സോയിൽ ഇറോഷൻ. ഈ ഒരു സ്ലോപ്പ് മൗണ്ടെയിൻസും ഹിൽ ഏരിയാസും ഒക്കെ എന്താ ചെയ്യുക? കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന സോയിൽ ഇറോഷൻ കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് കൃഷി ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കോണ്ടൂർ ബഡ്ഡിംഗ് ഓർ കോണ്ടൂർ പ്ലഫിംഗ് എന്നുള്ള ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സബ് സർഫസ് ഓർ ഡ്രിപ്പ് ഇറിഗേഷൻ ഓർ ട്രിക് ഇറിഗേഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? സർഫസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഭൂമിയുടെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിനെ ഫ്ലോ ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ഇറിഗേഷൻ നടത്തുന്നതാണ് ഏത്? സർഫസ് മെത്തേഡ്. ഇനി സബ് സർഫസ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഭൂമിക്കടിയിൽ പൈപ്പുകൾ പോലെ ഡിവൈസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ചെടികളുടെ വേരുകളിലേക്ക് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്ത് ഇറിഗേഷൻ നടത്തുന്ന മെത്തേഡിനെയാണ് നമ്മൾ സബ് സർഫസ് ഓർ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, പക്ഷേ എനിക്കത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആ ഒരു പിക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ സബ് സർഫസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റൂട്ടുകളിലേക്ക്, ചെടികളുടെ വേരുകളിലേക്ക് എന്ത് ചെയ്യുക? വെള്ളം സപ്ലൈ ചെയ്യുക. പൈപ്പ് പോലെയുള്ള ഡിവൈസ് ഉപയോഗിച്ച് ഡയറക്റ്റ് റൂട്ടുകളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്ത് ഇറിഗേഷൻ നടത്തുന്നതിനാണ് നമ്മൾ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വാട്ടർ ലോസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി, വാട്ടർ
ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സേവ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ബൈ allowing water to drip slowly to the roots of plants either from above the soil surface or buried below the surface. ആ ഒരു വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ സർഫസിൻ്റെ മുകളിൽ നിന്ന് റൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ മണ്ണ് കുഴിച്ച് പൈപ്പ് നമ്മൾ റൂട്ടിൻ്റെ ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാം, പിടിപ്പിച്ചിട്ട് ആ പൈപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടുകളിലേക്ക് വെള്ളത്തിന് നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വെള്ളത്തിൻ്റെ ലോസ് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. നമുക്ക് സർഫസ് ഇറിഗേഷൻ ആകുമ്പം വെള്ളം വേണ്ടാത്ത രീതിയിൽ ലോസായി പോകുന്നുണ്ട്, അനാവശ്യമായിട്ട് വെള്ളം നമ്മൾ ഒഴുകിക്കളയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കറക്റ്റ് വേരുകളിലേക്ക് മാത്രം എന്ത് ചെയ്യാം, വെള്ളത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കറക്റ്റ് റൂട്ടുകളിലേക്ക് എന്ത് ചെയ്യാം, വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയും. ദെൻ സെക്കൻഡ് പോയിന്റ്, മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് വാട്ടർ ടു പ്ലാന്റ്സ് ബൈ റൈസിംഗ് ദ വാട്ടർ ടേബിൾ ടു ദ റൂട്ട് സോൺ ഓഫ് ദ ക്രോപ്പ് or by carrying moisture to the root zone by perforated or underground pipes ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രീഷൻസ് ആ വേരിന് ആവശ്യമായിട്ടുള്ള റൂട്ട് സോൺ വെച്ചാൽ ആ ഒരു ചെടിയുടെ വേരിൻ്റെ ഡെപ്ത് എത്രയാണോ ആ ഡെപ്തിൽ വരെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടുകളിലേക്ക് വെള്ളത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ കഴിയും, വെള്ളത്തിന് ആ റൂട്ടുകളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, റേസിംഗ് ദ വാട്ടർ ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, വെള്ളത്തിൻ്റെ അളവ്, ആ ഒരു ഡെപ്തിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റൂട്ടുകളിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ, അതായത് ആവശ്യമായ ന്യൂട്രീഷൻ ഉദ്ദേശിക്കുന്ന ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സപ്ലൈ ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ പോയിന്റ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ നൗറിഷസ് ദ പ്ലാന്റ് റൂട്ട് ബൈ കാപ്പിലാരിറ്റി. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ നൗറിഷസ് ദ plant root by capillarity. Then last point, water is slowly and directly applied to the root zone of the plants, thereby minimizing the losses by evaporation and percolation. എന്നാൽ ഇവാപ്പറേഷനും പെർക്കുലേഷനും കൊണ്ടുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ലോസുകളൊക്കെ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല രീതിയിൽ ഡിക്രീസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർഫസ് ഓർ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ സർഫസ് ഇറിഗേഷനും പറഞ്ഞ് സബ്സർഫസ് ഇറിഗേഷനും പറഞ്ഞ്. അപ്പോൾ സബ്സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നമ്മൾ പൈപ്പ് പോലുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് എന്താണ്, ആ ഒരു റൂട്ട് സോൺ എന്ന് പറഞ്ഞാൽ എത്ര ഡെപ്തിലാണോ റൂട്ട് പോയിരിക്കുന്നത് ആ ഡെപ്ത് വരെ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിന് സപ്ലൈ ചെയ്ത് റൂട്ടുകളിലേക്ക് സപ്ലൈ ചെയ്ത് ഇറിഗേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രിപ്പ് ഓർ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് സർഫസ് ഇറിഗേഷൻ, സെക്കൻഡ് വൺ സബ്സർഫസ് ഇറിഗേഷൻ, ദെൻ തേർഡ് വൺ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദെൻ സർഫസ് ഇറിഗേഷൻ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫ്ലഡിംഗ് മെത്തേഡ്, ഫെറോ മെത്തേഡ് ആൻഡ് കോണ്ടൂറിംഗ് ഫാമിംഗ്. ദെൻ ഫ്ലഡിംഗ് മെത്തേഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് വൈൽഡ് ഓർ ഫ്രീ ഫ്ലഡിംഗ്, സെക്കൻഡ് വൺ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്, തേർഡ് വൺ ചെക്ക് ഫ്ലഡിംഗ്, ലാസ്റ്റ് വൺ ബേസിൻ ഫ്ലഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ സബ്സർഫസ് ഇറിഗേഷൻ കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ ലെസ് റിക്വയർമെൻറ്റ് ഓഫ് ഇറിഗേഷൻ വാട്ടർ. നമുക്കറിയാം നമ്മൾ മറ്റ് ഇറിഗേഷൻ, അതായത് സർഫസ് ഇറിഗേഷനെയും സ്പ്രിംഗ്ലർ ഇറിഗേഷനെയും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ലെസ് റിക്വയർമെൻറ്റ്, കുറഞ്ഞ ആവശ്യകതയെ എന്തിനുള്ളൂ, ഇറിഗേഷൻ വാട്ടറിന് കുറഞ്ഞ അളവിലുള്ള ഇറിഗേഷൻ വാട്ടറിൻ്റെ ആവശ്യം മാത്രമേ നമുക്കിവിടെയുള്ളൂ അല്ലേ. കാരണം എന്താ, നമ്മൾ വെള്ളം എന്താ സർഫസ് ഇറിഗേഷനെ പോലെ ആ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നില്ല. പകരം എങ്ങനെയാണ്, ആ റൂട്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ സബ്സർഫസ് മെത്തേഡ് വഴി സപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലെസ് റിക്വയർമെൻറ്റ് ഓഫ് ഇറിഗേഷൻ വാട്ടറിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഫസ്റ്റ് അഡ്വാൻറ്റേജ് ലെസ് റിക്വയർമെൻറ്റ് ഓഫ് ഇറിഗേഷൻ വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യകത ലെസ് ആണ്, വളരെ കുറവാണ്.
സെക്കൻഡ് പോയിന്റ് വാട്ടർ സപ്ലൈ അറ്റ് ഒപ്റ്റിമം ലെവൽ. എന്താണ് പറയുന്നത്? മിനിമം മോയ്സ്ചർ കണ്ടൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള വെള്ളം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് വാട്ടർ സപ്ലൈ അറ്റ് ഒപ്റ്റിമം ലെവൽ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സർഫസിൽ വാട്ടർ ലോഗിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? വാട്ടർ ലോഗിങ് അവോയ്ഡഡ്. എന്നുവെച്ചാൽ വാട്ടർ സപ്ലൈ ചെയ്യുന്ന അറ്റ് ഒപ്റ്റിമം ലെവലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നില്ല? വാട്ടർ ലോഗിങ് ഉണ്ടാകുന്നില്ല. പിന്നെ നാലാമത്തെ പോയിന്റ് ഹൈ ഈൽഡ്. ഈൽഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിളവ് എന്ന് പറയുന്നതായിരിക്കും ഹൈ ഈൽഡ് ആയിരിക്കും. ഓക്കെ, നാലാമത്തെ പോയിന്റ് സിറ്റുവേറ്റഡ് ടു കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് സച്ച് ആസ് വെജിറ്റബിൾസ്, കോട്ടൺ, ടൊബാക്കോ ആൻഡ് ഓർക്കിഡ് പ്രൊഡക്ട്സ്. ഈ പറയുന്ന വെജിറ്റബിൾസിൻ്റെയും കോട്ടൻ്റെയും ടൊബാക്കോൻ്റെയും ഓർക്കിഡ് പ്രൊഡക്ട്സിൻ്റെയും ഒക്കെ കൾട്ടിവേഷന് ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. സെക്കൻഡ്, ആറാമത്തെ പോയിന്റ് വീഡ് കൺട്രോൾ. നമുക്ക് വീഡ് എന്ന് പറഞ്ഞാൽ കളകളെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് സാധിക്കും. ഏഴാമത്തെ പോയിന്റ് ഇൻക്രീസ് ഇൻ നെറ്റ് ഇറിഗേഷൻ ഏരിയ. എന്താ പറയുന്നത്? കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിച്ചിട്ട് കൂടുതൽ അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി നടത്താൻ പറ്റും. ഓക്കെ, എട്ടാമത്തെ പോയിന്റ് ന്യൂട്രിയൻസ് പ്രിസർവേഷൻ. എന്താ പറയുന്നത്? വെള്ളം ഒഴുകിക്കൊണ്ടുപോകാതെ ആ ഒരു സ്ഥലത്ത് തന്നെ പ്രിസർവ് ചെയ്ത് വെക്കും. ഒൻപതാമത്തെ പോയിന്റ് ഇൻസെക്ട് ആൻഡ് പെസ്റ്റ് കൺട്രോൾ ഓൺ റൂട്ട് സോൺ. പ്രാണികളെയും കീടങ്ങളെയും റൂട്ട് സോണിൽ വരാണ്ട് സംരക്ഷിക്കുന്നുണ്ട്. നോ സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ ഉണ്ടാകില്ല, മണ്ണൊലിപ്പ് ഉണ്ടാകില്ല. സ്യൂട്ടബിലിറ്റി ഓഫ് സെലൈൻ, ആൽക്കലൈൻ ഓർ ബ്ലാക്കിഷ് സോയിൽസ്. ഉപ്പുള്ള മണ്ണുകൾ, ആൽക്കലൈന്, ബ്ലാക്കിഷ് സോയിൽസുകളിൽ ഈ മെത്തേഡ് വളരെ സ്യൂട്ടബിൾ ആണ്. 12ാമത്തെ പോയിന്റ് സ്യൂട്ടബിൾ ഫോർ എനി ടോപ്പോഗ്രാഫി. ടോപ്പോഗ്രാഫി ഉള്ള സ്ഥലങ്ങളിലും ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകൂടെ നോക്കാം. ലെസ് റിക്വയർമെൻറ്റ് ഓഫ് ഇറിഗേഷൻ വാട്ടർ, വാട്ടർ സപ്ലൈ അറ്റ് ഒപ്റ്റിമം ലെവൽ, വാട്ടർ ലോഗിംഗ് അവോയ്ഡഡ്, high yield, situated to cultivation of cash crops such as vegetables, cotton, tobacco and orchid products, weed control, increase in net irrigation area, nutrient preservation, insect and pest control on root zone, no soil erosion, suitability of saline, alkaline or blackish soil, suitable for any topography. ഓക്കെ, നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഫസ്റ്റ് വൺ ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. നമുക്കറിയാം ഈ ഒരു മെത്തേഡ് നമുക്ക് ഭൂമിക്കടിയിലൂടെ പൈപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. ഡേഞ്ചർ ഓഫ് ബ്ലോക്ക്ഡ് ഓഫ് നോസിൽസ്. പൈപ്പുകളുടെ ഇടയിൽ ബ്ലോക്ക്സും കാര്യങ്ങളും ഉണ്ടാകാം. ചേഞ്ച് ഇൻ സ്പേസിംഗ് ഓഫ് നോസിൽസ്. എന്താണ്? പൈപ്പിൻ്റെ പൊസിഷനും കാര്യങ്ങളും ചേഞ്ച് ചെയ്യേണ്ടി വരും. ദെൻ ലാസ്റ്റ് പോയിന്റ് ഷാലോ റൂട്ട് ഡെപ്ത് ഓഫ് ക്രോപ്സ്. ഷാലോ റൂട്ട് ഡെപ്ത് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ റൂട്ടിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പൈപ്പിൻ്റെ ഡെപ്ത് പൈപ്പ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കുഴികളെടുത്ത് ആ ഒരു രീതിയിൽ പൈപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും എന്താണ്? ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ പറഞ്ഞ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജസും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് സമ്മറി നോക്കാം. സമ്മറിയിൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഷോർട്ടാക്കി കൊടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എന്താണ്, ഇന്നെടുത്ത ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സമ്മറി ഒന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കി വായിക്കുക. ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷോർട്ടാക്കിയിട്ടൊന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ നോട്ട്സും തന്നിരിക്കുന്ന ഫിഗറുകളും നീറ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്കിനി ഇറിഗേഷൻ്റെ മൂന്നാമത്തെ ലെസണുമായിട്ട് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.